സാറേ ആ, നമസ്കാരം. നമസ്കാരം. ആരെ മനസ്സിലായില്ല? സാറേ ഞാൻ സ്വർണ്ണപ്പാട രംഗൻ. സാറ് പഴയ സംവിധായകൻ വലഞ്ചുഴി രമേശനല്ലേ? അതെ അതെ അതെ. സാറേ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാര്യം. ആ പടം സാറ് എന്നെ ഡയറക്റ്റ് ചെയ്യണം. അയ്യാ, സന്തോഷം കാരണം ഞെട്ടിയതാ. ഇതാരത്? ഇത് പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ആരാച്ചർ നെൻസൻ. കൈ തന്നെയാണോ? ഇതെന്റെ രീതിയാണ്. അപ്പൊ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമല്ലേ? അതെ അതെ സാറേ, എന്റെ കയ്യിൽ പൂത്ത പണവും ആവശ്യത്തിന് സ്വർണവും ഉണ്ട്. പറ്റിയ സ്ഥലത്താ വന്നേക്കുന്നത്. അരിഞ്ഞാണം പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. സാറേ ഈ സാറ് ഈ ഷേവിംഗ് സെറ്റും ബ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വയലൻസ് സിനിമ പണ്ടെടുത്തിട്ടില്ലായിരുന്നു? പിന്നെ ആ പടം ഞാൻ 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ സാറേ? ഒരാളെങ്കിലും കണ്ടല്ലേ? സാറേ അതിന്റെ പ്രിന്റ് വരെ എന്റെ കയ്യിലുണ്ട്. പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. ഓ, ദൈവമാണ്. അങ്ങ് ദൈവമാണ്, മനുഷ്യനല്ല ദൈവമാണ്. എന്റെ കയ്യിലിരുന്ന പ്രിന്റ് വീടും സ്ഥലവും വിറ്റ് തൊലച്ചെന്ന് പറഞ്ഞ് അച്ഛൻ എടുത്ത് കത്തിച്ച് കളഞ്ഞു. പ്രിന്റ് കയ്യിലുണ്ടല്ലേ? സാറേ സാറ് പിന്നെ വയലൻസ് സിനിമ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു? ആദ്യകാലത്ത് ഞാനല്ലേ ഈ വയലൻസ് സിനിമ എടുത്തത്. പണ്ട് ഞാൻ വയലൻസ് സിനിമയുടെ ഒരു കഥ പറയാൻ വേണ്ടി നസീർ സാറിന്റെ അടുത്ത് അയ്യോ, ആ വയലൻസ് സിനിമയുടെ കഥ എന്ന് പറഞ്ഞാലേ ഒരു വില്ലൻ വന്നിട്ട് ഒരു പെൺകൊച്ചിന്റെ കണ്ണിങ്ങനെ കുത്തി പൊളിച്ചിട്ട് കൃഷ്ണമണി എടുത്ത് കാക്കയ്ക്ക് കൊടുക്കുന്ന സീനാണ്. ഈ കാക്കയുടെ ഇളയ കൊച്ചിന്റെ കണ്ണില്ല, അതിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള സംഭവം. ഈ കഥ പറഞ്ഞു കൊടുത്തതും അങ്ങനെ എന്നെ അടിച്ചിറക്കി. അങ്ങനെ ഓടി മടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഈ വയലൻസ് സിനിമയുടെ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ കുടുംബചിത്രം എടുത്തു, അതും സന്തുഷ്ട കുടുംബചിത്രം. ഓ സാറേ, ഇപ്പോഴുള്ള ആൾക്കാർക്ക് സന്തുഷ്ട കുടുംബചിത്രം അല്ല വേണ്ടത്, ദുഷ്ട കുടുംബചിത്രമാണ് വേണ്ടത്. അല്ലെങ്കിലൊക്കെ കഥയിൽ എന്തിരിക്കുന്നു? നമുക്കിങ്ങനെ കിരി എന്ന് അരിഞ്ഞ് തള്ളണം. എന്താണ് സാർ ഇപ്പോഴത്തെ വയലൻസ് സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? സിനിമ തീരുമ്പോ നായക മാത്രമേ കാണാൻ പാടൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മളിങ്ങനെ കിരി അരിഞ്ഞ് തള്ളും. അത് ശരി. അപ്പൊ ഞാൻ തന്നെ ഇത് ചെയ്യണമല്ലേ? അപ്പൊ സാറ് സംവിധായകനായിട്ട് ഇങ്ങനെ ഇരുന്ന് തന്നാ മതി. ബാക്കിയുള്ള വയലൻസ് സീനെല്ലാം ഈ നിൽക്കുന്ന പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തോളും. ആ പുള്ളി ഒരു ഇറച്ചി വെട്ടുകാരൻ കൂടിയാണ്. എന്റെ പടത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 കോടി ബഡ്ജറ്റ് ആവും. 3 കോടിയാ? ആക്രാന്തം വേണ്ടായിരുന്നു, പൊളിഞ്ഞ. 30 കോടി ചെക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്.